2023 ജൂലൈ 12 ബാംഗ്ലൂർ സിറ്റിക്കടുത്തുള്ള ബളന്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണിത്. അതായത് ഒരു ദിവസം രാവിലെ നാട്ടുകാർ നോക്കുമ്പോഴേക്കും നല്ല സ്മെല്ലാണ് റോഡ് മുഴുവൻ. അതായത് അവിടെയുള്ള ഡ്രൈനേജ് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇത് അറിഞ്ഞ കൗൺസിലറെ ആരെങ്കിലും വിട്ട് ക്ലീൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞു. അതിൻ പ്രകാരം 2 പേര് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവർ ക്ലീൻ ചെയ്തിട്ടൊന്നും ഈ വെള്ളം ഓവർഫ്ലോ ആകുന്നത് അവർക്ക് നിർത്താൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ, അതായത് ഏകദേശം ഒരു 2 ആൾ ആഴമുണ്ടാകും, അതിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം കുടുങ്ങിക്കിടക്കുകയാണ്. ആ സാധനം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ വെള്ളം പോകുകയുള്ളൂ എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് ഒരാൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചെറിയ സാധനമൊന്നുമല്ല, നല്ല വലിയ സാധനമാണ്, ഒരു ചാക്ക് മുഴുവൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിൻ പ്രകാരം അദ്ദേഹം മുകളിൽ വരികയും കുറച്ച് കയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇതെങ്ങനെയൊക്കെ കൂടിയിട്ട് 2 പേരും ചേർന്ന് വലിച്ച് വാരി പുറത്തിട്ട് ഇവർ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 50 വയസ്സുള്ള ഒരാളുടെ മൃതദേഹമായിരുന്നു. അപ്പോൾ തന്നെ പോലീസിനെ വിവരമറിയിച്ചു, കൗൺസിലറെ വിവരമറിയിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിമിഷ നേരം കൊണ്ട് ഓടിയെത്തി എന്നുള്ളതാണ്. അങ്ങനെ മൃതദേഹം അവിടെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവിടെ കടത്തിയിരിക്കുകയാണ്. ആരോ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, സാറേ ഇതിവിടെ പാൻ മസാല കട നടത്തുന്ന ഒരു ബീഹാർ സ്വദേശിയുടേതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഓംനാഥ് സിംഗ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇവിടെ താമസിക്കുന്നുണ്ട്, അടുത്തുള്ള രാജേന്ദ്ര അപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് സംഘം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് രാജേന്ദ്ര അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയപ്പോഴേ അവിടെ വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. കാരണം അവിടെ ആരുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിംഗ് ആണ്. 35 വയസ്സുകാരിയായ ഗുഞ്ചാദേവി എന്ന് പറയുന്ന ഈ നാഥ് സിംഗിൻ്റെ ഭാര്യയും മിസ്സിംഗ് ആണ്. അയൽവക്കത്തുള്ള ആരോടെങ്കിലും അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് ഓപ്പോസിറ്റ് റൂമുകാരോട് ചോദിക്കാൻ അവിടെയും നോക്കുമ്പോഴേക്ക് ആളില്ല. ഇവരൊക്കെ എവിടെ പോയി എന്ന് പോലീസ് സംശയിച്ചു. ഏതായാലും ഗുഞ്ചാദേവിയുടെ മൊബൈൽ നമ്പറിലേക്ക് പോലീസ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഏതായാലും ബീഹാർ പോലീസിനെ വിവരമറിയിച്ചു. കാരണം ഇവിടെ നിന്നും ഗുഞ്ചാദേവി മുങ്ങിയിട്ടുണ്ട്. പോലീസിന് മനസ്സിലായി കാമുകൻ കൊടുത്ത പണിയാണ്, കാമുകൻ്റെ കൂടിയാണ് ഗുഞ്ചാദേവി മുങ്ങിയത് എന്ന് ഏകദേശം പോലീസിന് പിടികിട്ടി എന്നുള്ളതാണ്. അങ്ങനെ അന്വേഷണം ആരംഭിച്ചു. 3-ാമത്തെ ദിവസം ഗുഞ്ചാദേവിയുടെ മൊബൈൽ സ്വിച്ച് ഓൺ ആവുകയാണ്. ഇവിടെ മാംഗ്ലൂരിൽ നിന്നും. അങ്ങനെ ബാംഗ്ലൂർ പോലീസ് നേരെ മാംഗ്ലൂരിലേക്ക് പോകുന്നു. അവിടെയുള്ള ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഇവരെല്ലാവരും താമസിക്കുന്ന ലോഡ്ജും മുറിയും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ലോഡ്ജിൻ്റെ അവിടെ പോയി റിസപ്ഷനിൽ ഇവർ ഫോട്ടോ കാണിച്ചു. ഗുഞ്ചാദേവിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഇന്ന റൂമിലുണ്ട് ഇവരെന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാർ ആ റൂമിലേക്ക് പോകുമ്പോൾ റൂം തുറന്ന പോലീസ് ഞെട്ടിപ്പോയി. കാരണം അവിടെ 3 പേരുണ്ടായിരുന്നു. ഗുഞ്ചാദേവിയെ കൂടാതെ ഒരു നവദമ്പതികളും കൂടി ആ റൂമിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പോലീസ് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് നേരെ ബാംഗ്ലൂരിലേക്ക് വന്നു. ബാംഗ്ലൂരിൽ വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓംനാഥ് സിംഗും ഗുഞ്ചാദേവിയും കൂടിയിട്ട് വളരെ സന്തോഷകരമായിട്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ താമസിച്ചു വരുമ്പോഴാണ് അതിൻ്റെ എതിർവശത്ത് സുന്ദരിയായ യുവതിയും അവരുടെ ഭർത്താവും താമസത്തിന് വന്നത്. അതായത് റൂബി എന്ന് പറയുന്ന 24 വയസ്സുകാരിയും 25 വയസ്സുകാരനായ വിശാല് അവരുടെ ഭർത്താവാണ്. നവദമ്പതികളാണ്. അവർ ബീഹാറികൾ തന്നെയാണ്. അവിടെ നിന്നും തൊഴിൽ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇവരെ കണ്ടപ്പോൾ ഗുഞ്ചാദേവിക്ക് വളരെയധികം സന്തോഷമായി. തൻ്റെ നാട്ടിലുള്ള 2 പേരെ കിട്ടിയല്ലോ, എനിക്കിനി കുറച്ച് സംസാരിക്കാമല്ലോ എന്നൊക്കെ കരുതി. പക്ഷേ റൂബിക്ക് അത്ര സന്തോഷമില്ലായിരുന്നു. കാരണം ഈ ഓംനാഥ് സിംഗിൻ്റെ നോട്ടത്തിലെ ചില പെശകുകൾ, ഇദ്ദേഹത്തിൻ്റെ നോട്ടം ശരിയല്ല, അതുപോലെ അർത്ഥം വെച്ചുള്ള സംസാരം, ഇതൊക്കെ റൂബിക്ക് അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ റൂബി ഇവരിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു. പക്ഷേ വിശാലിനോട് ഇതൊന്നും പറയാൻ പോയില്ല. കാരണം എന്തിനാണ് വെറുതെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവരുടെ കാര്യം നോക്കി. ഇവർക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് ഫാക്ടറിയിൽ ജോലി കിട്ടി. അതിന് 2 പേരും പോകുന്നുണ്ട്. വൈകുന്നേരമാകുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ നമ്മുടെ ഓംനാഥ് സിംഗ് ഈ റൂബിയെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുകയും ചില കമൻറ്റുകൾ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഒരു ആവാസനാണെന്ന് റൂബിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷേ ഈ വിശാലും ഓംനാഥ് സിംഗും നല്ല കമ്പനിയായിരുന്നു. അവർ തമ്മിൽ എന്നും രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരിച്ചപ്പോഴേ വിശാല് പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, ഈ ശമ്പളത്തിനൊന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുകയും അതിനെന്താ പൈസ തന്ന് ഞാൻ സഹായിക്കാമെന്ന് ഓംനാഥ് സിംഗ് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അത് തന്നെയാണ് വേണ്ടത്, ഈ കുടുംബവുമായിട്ടൊന്ന് അടുക്കണം. അതിനു വേണ്ടിയിട്ട് റൂബി എന്നോട് അവിടെ നിന്ന് പോകാൻ പറയരുത്, അങ്ങനെയുള്ള ഒരു ഇതിലെത്തണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞു 3 ലക്ഷം രൂപ ഞാൻ തരാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നീ എനിക്ക് മാസാമാസം പലിശ തരണം.
മുതൽ എനിക്കിപ്പോഴും വേണ്ട എന്ന് പറയുകയും 3 ലക്ഷം രൂപ എടുത്തു കൊടുത്തു. അങ്ങനെ ബിസിനസ് തുടർന്നു. റൂബി ആണെങ്കിൽ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയാണ്. 3-4 മാസം കുഴപ്പമില്ലാതെ പോയി. 4-ാമത്തെ മാസം മുതൽ ഈ പലിശ മുടങ്ങി. അതോടുകൂടിയിട്ട് ഓംനാഥ് സിംഗിൻ്റെ സ്വഭാവവും മാറി. അദ്ദേഹം ഭയങ്കരമായിട്ട് വീട്ടിൽ വന്ന് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. എന്നും പ്രശ്നം തന്നെ, വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രശ്നമായി. അങ്ങനെ വിശാൽ വേറെ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നീട് റൂബി മാത്രമാണ് വീട്ടിൽ. ഒരു ദിവസം റൂബി മാത്രം അവിടെ ഇരിക്കുമ്പോഴേ ഇദ്ദേഹം ആ വീട്ടിലേക്ക് കയറി ചെന്നു. റൂബിയോട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഭർത്താവിൻ്റെ പലിശ ഞാൻ ഒഴിവാക്കി കൊടുക്കാം, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതൽ കിട്ടുന്നത് വരെ നീ എനിക്ക് വഴങ്ങിക്കൊണ്ടിരിക്കണം. അതായത് മുതൽ കിട്ടുന്നത് വരെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്ന് പറയുകയാണ്. ശരിക്കും റൂബി ആകെ വിഷമിച്ചു. പക്ഷേ അപ്പോഴും റൂബി സമ്മതിക്കാൻ തയ്യാറായില്ല. പക്ഷേ അടുത്ത ഒരു ഭീഷണി, അതിൽ റൂബി വീണു എന്നുള്ളതാണ്. ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ ജയിലിലാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഇപ്പോഴൊന്നും ഇറങ്ങി വരാൻ കഴിയില്ല. ഇത് പറഞ്ഞപ്പോൾ റൂബി ശരിക്ക് പെട്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ റൂബി ഇദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ്. ഇത് ദിവസങ്ങളോളം, മാസങ്ങളോളം, ഏകദേശം ഒരു 5-6 മാസത്തോളം ഇതങ്ങ് തുടർന്നു. ഒരു ദിവസം ജോലി നേരത്തെ കഴിഞ്ഞതുകൊണ്ട് വിശാൽ വീട്ടിലേക്ക് വരുമ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അകത്തു നിന്നും കരയുന്നത് ഇദ്ദേഹത്തിന് കേൾക്കാം. ഇതെന്തിനാണ് തൻ്റെ ഭാര്യ കരയുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ജനൽപ്പാളി പാതി തുറന്നു നോക്കിയപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം നൂൽബന്ധമില്ലാതെ ഓംനാഥ് സിംഗും തൻ്റെ ഭാര്യയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇദ്ദേഹത്തിന് ശരിക്കും വളരെയധികം വിഷമമായി. ഇദ്ദേഹം അപ്പോൾ തന്നെ തിരിഞ്ഞു നടന്നു. 2 പേരെയും കൊന്നാലോ ഇന്നുവരെ ഇദ്ദേഹം ആലോചിച്ചു. ഏതായാലും ഇദ്ദേഹം ആ ദേഷ്യമൊക്കെ പിടിച്ചു നിർത്തി 5 മണിക്കൂർ ഇദ്ദേഹം റൂമിലേക്ക് വന്നു. അപ്പോൾ ഒന്നും അറിയാതെ പോലെ റൂബി അവിടെ ഇരിപ്പുണ്ട്. സാധാരണ പോലെ റൂബി ചായയും ഇതൊക്കെ കൊണ്ടു കൊടുത്തു. അതിനുശേഷം ഇദ്ദേഹം റൂബിയോട് പറഞ്ഞു, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. നീയും കൂടി സമ്മതിച്ചിട്ടാണോ? നീ എന്തിനാണ് അപ്പോൾ കരയുന്നത്? കണ്ടല്ലോ, എന്തിനാണ് കരയുന്നത്? എന്നെ ചതിച്ചതിൻ്റെ സംസാരിച്ചപ്പോഴേ റൂബി നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. ആകെ ദേഷ്യം വന്ന വിശാൽ അവനെ ഇനി വച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും നീ ഒരു പ്രാവശ്യവും കൂടി അവനെ വിളിക്കണം നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്നത്തെ ദിവസം രാവിലെ ഓംനാഥ് സിംഗിനോട് വിശാൽ പറയുകയാണ്, ഞാനിവിടെ 5 ദിവസം ഉണ്ടാവില്ല, ഞാൻ വേറെയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, എൻ്റെ ഫാമിലിയെയും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണേ എന്ന് ഒന്നും അറിയാത്ത തരത്തിൽ പോവുകയും ഇദ്ദേഹം പുറത്തു പോകാതെ ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒളിച്ചു നിൽക്കുകയുമാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി, കാരണം ഇത്രയും നാളും പകൽ മാത്രമേ ബന്ധപ്പെട്ടുള്ളൂ, ഇനി രാത്രിയും കൂടി റൂബീൻ്റെ കൂടെ കഴിയാം എന്നുള്ള ഒരു സന്തോഷത്തിൽ ഗുഞ്ചാദേവിയുടെ കണ്ണുവെട്ടിച്ച് സിംഗ് നേരെ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ റൂബി ഡോറൊക്കെ തുറന്നു കൊടുത്തു. അദ്ദേഹത്തെ പിടിച്ച് ആ ബെഡിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അപ്പുറത്ത് പോവുകയും ഒരു മിസ് കോൾ കൊടുക്കുകയാണ് തൻ്റെ ഭർത്താവിന്. അദ്ദേഹം അപ്പോൾ തന്നെ വന്നു, അകത്ത് കയറി വിശാലിനെ കണ്ട ഓംനാഥ് സിംഗ് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി അദ്ദേഹം. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, എടാ നിൻ്റെ ഭാര്യയാണ് എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് പറയുകയും മുഖത്തൊരടി വീഴുകയും ഒരുമിച്ചായിരുന്നു. അതിൽ പതറിപ്പോയി ശരിക്കും ഓംനാഥ് സിംഗ്. നല്ല അടിയായിരുന്നു. വിശാലെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ബെഡിലേക്ക് വീണു. 2 പേരും ചേർന്ന് അദ്ദേഹത്തെ അവിടെ കെട്ടിയിടുകയാണ്. കെട്ടിയിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ മർദ്ദിച്ചു. അതായത് അരിശം തീരുവോളം റൂബി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരെ ഇത്ര നാളും ചെയ്ത ആ ഒരു ക്രൂരതക്കൊക്കെ അവർ പകരം വീട്ടി എന്നുള്ളതാണ്. അതിനുശേഷം രാത്രി 12 മണിയോട് കൂടിയിട്ട് ഗുഞ്ചാദേവിയെ വിവരമറിയിച്ചു, നിങ്ങളുടെ ഭർത്താവ് ഇവിടെയുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരൂ എന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുകയാണ്. ശരിക്കും ഇവർ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും സ്നേഹിച്ച, ഇത്രയും വിശ്വസിച്ച തൻ്റെ ഭർത്താവ് തന്നെ വഞ്ചിച്ചല്ലോ എന്നാലോചിച്ച് ഇവർ ഹൃദയം പൊട്ടി. ശരിക്കും ഇവർ പറഞ്ഞു, എനിക്ക് ഈ ഭർത്താവിനെ ഇനി വേണ്ട, ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ വിശാൽ ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ബോഡി ഡ്രൈനേജിൽ നിക്ഷേപിക്കുന്നതും. ഇവർ 3 പേരും പിടിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസത്തിൽ, അതായത് ഈ ബോഡി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ തങ്ങളെ 3 പേരെയും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ 3 പേരും അവിടെ നിന്നും നാടുവിടുകയാണ്.
അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പോലീസുകാർക്ക് ശരിക്കും വളരെയധികം വിഷമം തോന്നി. കാരണം ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യ, ആ ഭാര്യയാണ് പറഞ്ഞിരിക്കുന്നത് കൊന്നു കളഞ്ഞേക്കാൻ ആണ്. ഇനിയിപ്പോഴും 3 പേരും ജയിലിലാണ്. ഇനി എന്താണ് ശിക്ഷ കിട്ടുക എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതിൽ നിന്നും ഒരു ന്യായമുണ്ട്, ഈ 3 പേരെ ഭാഗത്തൊരു ന്യായമുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ഓംനാഥ് സിംഗ് തന്നെയാണ്. നന്ദി, നമസ്കാരം.